വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം തന്നെ വിട്ടുപോയി. അതിനിടയ്ക്ക് നമ്മൾ ഗ്രാനിറ്റ് ഷാക്കയുടെ ഒരു ഇൻട്രസ്റ്റ് വന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന്. സ്പെസിഫിക്കലി സ്പീക്കിംഗ് അബൌട്ട് ഗ്രാനിറ്റ് ഷാക്ക. ഷാക്ക വരണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമല്ല, ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് കഴിഞ്ഞ 4 കൊല്ലത്തിൽ ക്ലിയർലി ക്യാപിറ്റൽ ചെൽസി ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് ക്ലിയർലി ക്യാപിറ്റൽ പറയുകയാണ്, ഞങ്ങൾ 30 വയസ്സിന് മുകളിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് പ്ലെയറിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ക്ലിയർ ഇൻഫർമേഷൻ. ഇൻഫാക്ട് ഇത് തന്നെയാണ് ടൈം ബാക്ക് ടു ദിസ് ഷാബി അലോൺസോ സൈനിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ക്ലിയർ ലേക്കിന്റെ ഒരു ക്ലിയർ ട്രാൻസ്ഫോർമേഷൻ ആവണം. അതാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മർ ട്രാൻസ്ഫറിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായിരിക്കും സൈനിങ് ചെയ്യാൻ പോണെന്നുള്ളത്. This is a clear indication that yes, Clear Lake Capital മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി we are backing the manager. And ആ ഒരു ഡിസിഷനിൽ I salute you. കാരണം പല മാനേജ്മെന്റും അല്ല, മിക്ക മാനേജ്മെന്റുകളും അങ്ങനത്തെ തീരുമാനങ്ങൾ മാറ്റില്ല. അവരവരുടെ തീരുമാനത്തിൽ തന്നെ പിടിച്ചു നിൽക്കും. പക്ഷെ ഇത് ക്ലബിന്റെ ഗുണത്തിനും ക്ലബിന്റെ പുരോഗതിക്കും വേണ്ടി നല്ലൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ ആ മാറ്റം അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു തീരുമാനമാണ് ക്ലിയർ ലേക്കിനെ സംബന്ധിച്ച്. ആൻഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു മാനേജർ വന്നു, തനിക്ക് വേണ്ട ഒരു പ്ലെയറിനെ ബാക്ക് ചെയ്യുന്നു. സി, ഇറ്റ് ഈസ് നോട്ട് ഡേറ്റ അനാലിസിസ്, ഇറ്റ് ഈസ് നോട്ട് സ്കൗട്ടിങ്, ഇറ്റ്സ് നത്തിങ്. ഷാബി അലോൺസോന് ആവശ്യമുള്ള പ്ലെയറിനെയാണ് ഇവർ പോയി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ചൂണ്ടിക്കാണിച്ച് എനിക്ക് അവനെ വേണം, അവനെ തന്നെ വേണം. ക്ലിയർ ലേക്ക് അങ്ങനെ ചെയ്തൊരു ചരിത്രമല്ല നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം. നമ്മൾ പോയി പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു, മാനേജറിനോട് പറഞ്ഞതാ 5 പ്ലെയർ ഉണ്ട്, നീ ഇങ്ങോട്ട് സൈൻ ചെയ്തോ. ചില പ്ലേയേഴ്സിനെ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മാനേജർ പിറ്റേ ദിവസം നോക്കാൻ നേരത്ത് 3 പേര് പുതിയത്. ഇവരൊക്കെ ആരുടെ താൻ ഗ്രാം പോട്ടർ ആലോചിക്കുന്നുണ്ടാവും, താൻ ഏത് ക്ലബിലെ കളിക്കണമെന്ന്. അത്രത്തോളം പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്ത് മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാസീവ് സൈക്കോളജിക്കൽ ചേഞ്ച്. നൗ ഗ്രാനിറ്റ് ഷാക്കയുടെ ഡീൽ നടക്കുമല്ലോ എന്നുള്ളത് നമുക്ക് സമയം കണ്ടെത്തിറക്കി അറിയാം. ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. പക്ഷെ അലോൺസോ ഒരാളെ ചൂണ്ടിക്കാണിച്ചു, എനിക്ക് ഇന്ന പ്ലെയറിനെ തന്നെ വേണം. അവർ പറഞ്ഞു ഓക്കെ ശരി, ഞങ്ങൾ അപ്രോച്ച് ചെയ്യാന്നുള്ളത്. സോ വിച്ച് മീൻസ് എ പ്രോപ്പർ ബാക്കിംഗ് ഓഫ് എ മാനേജർ, കോച്ച് അല്ല. ഇറ്റ്സ് എ പ്രോപ്പർ മാനേജർ റോൾ. യു ഇൻഫ്ലുവൻസ് ട്രാൻസ്ഫർ ഡിസിഷൻ. ആൻഡ് അത് തന്നെ ഒരു ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ടു ഓൾ ചെൽസി ഫാൻസ്. ലൈക്ക് അവര് പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെന്നുള്ളത്. ബാക്ക് ടു വിന്നിങ് വേസ്, ബാക്ക് ടു വിന്നിങ് ടൈറ്റിൽസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് അവർ നടത്തേണ്ട കാര്യമില്ല. ഇനി ആസ് ഫോർ ദ പ്ലെയർ, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ബട്ട് ഇഫ് എ കോച്ച് വാണ്ട്സ്, സോറി കേട്ടോ ഞാൻ ഈ കൈ പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്, അതാണ് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോച്ചിന് വേണം ആ പ്ലെയറിനെ, നമ്മൾ കോച്ചിനെ ബാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു, സൈൻ ഹിം, നത്തിങ് എൽസ് ഡൂയിങ്. പുള്ളിക്കാരൻ പ്രൂവൺ ആണ്, പുള്ളിക്കാരൻ എക്സ്പീരിയൻസ്ഡ് ആണ്, ആർസണലിൽ കളിച്ചൊരു പ്ലെയർ ആണ്, ബായർ ലെവർകൂസനിൽ കളിച്ചൊരു പ്ലെയർ ആണ്. പുള്ളിക്കാരൻ സണ്ടർലാൻഡിനെ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു എനിക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്, 2 വർഷം കോൺട്രാക്ട് നിലനിൽക്കുന്നുണ്ട്. സണ്ടർലാൻഡിനെ സംബന്ധിച്ച് അവർ വിൽക്കില്ല എന്നൊക്കെ വാശി പറയുന്നുണ്ട്. പക്ഷെ ഒരു 33 വയസ്സുള്ള ഒരു പ്ലെയർ, 2 വർഷം കോൺട്രാക്ട് ബാക്കി നിൽക്കുന്ന ഒരു പ്ലെയറിനെ വേറൊരു ക്ലബ്ബ് അപ്രോച്ച് ചെയ്യുമ്പോൾ വിൽക്കാണ്ടിരിക്കില്ല എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ് സണ്ടർലാൻഡിനെ സംബന്ധിച്ച്. ചെൽസിയെ സംബന്ധിച്ച് വി ആർ ഗെറ്റിംഗ് എക്സ്പീരിയൻസ്, വി ആർ ഗെറ്റിംഗ് എ ക്യാപ്റ്റൻ മെറ്റീരിയൽ, ഒരു ലീഡർഷിപ്പ്, ദ മെട്രോണോം, അതായത് മിഡ്ഫീൽഡ് ഓർക്കസ്ട്ര ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയർ. ആൻഡ് ഷാബി അലോൺസോനെ സംബന്ധിച്ച് ഹി ക്യാൻ ഡു ദ ജോബ്. മരിച്ചോ സാറി ജോർഗിനിയോനെ കൊണ്ടുപോകുന്ന പോലെ, ജോർഗിനിയോ ഇല്ലാണ്ട് മരിച്ചോ സാറിയുടെ സിസ്റ്റം വർക്ക് ചെയ്യാത്ത പോലെ, സെയിം കോൺസെപ്റ്റ് തന്നെ. ഹി വാണ്ട്സ് ദാറ്റ്, അത്രേ ഉള്ളൂ. ആൻഡ് അത് മാത്രമല്ല, രസകരമായ ഒരു കാര്യം, ഇത് മാത്രമാവില്ല സൈനിങ് ഇഫ് എൻസോ ലീവ്സ്. അതൊരു പോയിന്റാണ്. അപ്പൊ എൻസോ ലീവ് ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ഇരിക്കുന്നത്. റയൽ മാഡ്രിഡ് വരും, അവന് ബിഡ് ചെയ്യുന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ വേറെയും പ്ലേയേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം വരുന്നത് സാൻഡ്രെ സാന്റോസിന്റെയും റോമിയോ ലാവിയുടെയും ഫ്യൂച്ചറാണ്. റോമിയോ ലാവിയനെ എനിക്ക് തോന്നുന്നില്ല ഇവർ വിൽക്കുന്നുള്ളത്. ബിക്കോസ് ദാറ്റ് ഗൈ ഈസ് എക്സെപ്ഷണലി ടാലന്റഡ്. ഇഞ്ചുറിയാണ് ഒരു ഇഷ്യൂ. പക്ഷെ അവൻ ചെറുപ്പമായതുകൊണ്ട് അവൻ ഇപ്പോഴും ഇഞ്ചുറി വരുന്നു പറഞ്ഞ് എഴുതി തള്ളേണ്ട ഒരു ആവശ്യം ബോർഡിനില്ല. സാലറി സ്ട്രക്ചറിലാണ്. പക്ഷെ ആൻഡ്രെ സാന്റോസ് മേ ബി അവന്റെ ഫ്യൂച്ചർ മൈറ്റ് ചേഞ്ച്. വേറെ ക്ലബ്ബുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ലോണിൽ പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഷാക്കയുടെ അപ്രോച്ച് ഐ തിങ്ക് ഹാസ് ബീൻ ബ്രില്യൻറ്റ്. ഷാബി അലോൺസോനെ സൈൻ ചെയ്തതിൻ്റെ ശേഷം ക്ലബ്ബ് കാണിക്കുന്ന മാനേജറിനെ ബാക്കപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അപ്രോച്ചാണ്. ആൻഡ് എന്നെ സംബന്ധിച്ച് മാനേജർ പറയാണ് വി നീഡ് ദിസ് പ്ലെയർ, ഗെറ്റ് ദിസ് പ്ലെയർ. ഈ അപ്പോൾ അങ്ങനെ ആർസണലിന്റെ പ്ലെയർ ആയിരുന്നു. സി, ഹി കംസ് ഇൻ ടു ചെൽസി, നമുക്ക് വേണ്ടി ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ സഹായിക്കുന്നു, വിൻസ് എ ടൈറ്റിൽ ഫോർ അസ്.
അതേപോലെ തന്നെ റോമിയോ ലാവിയനെ ഡെവലപ്പ് ചെയ്യുന്നു, പുള്ളിക്കാരൻ 2 കൊല്ലം നിൽക്കുന്നു, ഹീ ലീവ്സ്. ഹൂ കെയർസ് ബ്രദർ, ഹൂ കെയർസ്? ഓക്കെ. പിന്നെ ഒരു ചെറിയൊരു ട്രോള്, നമ്മൾ പണ്ട് റിട്ടയർമെൻറ്റ് ക്ലബ്ബായിട്ട് നമ്മൾ ആർസണലിലെ പ്ലേയേഴ്സിനെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് ചെറിയൊരു റിവേഴ്സ് അടിച്ചോ എന്നൊരു സംശയം. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇൻ എക്സ്പീരിയൻസ് പ്ലെയർ, ഗുഡ് പ്ലെയർ, ഹൈ ക്വാളിറ്റി, വൈ നോട്ട്? എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. ഇപ്പോൾ ലീവ് ദാറ്റ് ആർസണൽ ടാഗ് എടുത്ത് മാറ്റിയിട്ട് അല്ലാണ്ട് ഒരു പ്ലെയറിനെ നോക്കിക്കഴിഞ്ഞാൽ ഐ എം ഹാപ്പി. ഇഫ് മാനേജറിനെ ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുഖ്യം ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നല്ല രീതിയിൽ വളരുക. അത് വളരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നല്ല രീതിയിൽ കാണുന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ദാറ്റ്സ് ഓൾ വാട്ട് മാറ്റേഴ്സ്. നിങ്ങളുടെ തോട്ട്സ് എന്നത്തെ പോലെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി ഗാർഡൻ.